IB3D നമ്മളൊരു സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യാൻ പോവുകയാണ്. അതിന് വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങൾ വേണം. നമുക്ക് നോക്കാം ഏതൊക്കെ സാധനമാണ് വേണ്ടതെന്ന് നമുക്ക് നോക്കാം. ഇത് എഴുതിയേക്കുന്നത് ആദ്യം നമുക്കൊരു ഒരു 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 ഇത് വേണമെന്നാണ് നമുക്ക് നേരെ പോയി അതെടുക്കാം. ആദ്യം വേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു പ്ലാറ്റ്ഫോമാണ് കേട്ടോ. നമുക്കതെടുക്കാം. ഈ സിപ്പിടായിട്ടൊരു ഒരു കാര്യം കാണുന്നുണ്ട്. ഇത് തന്നെ നമുക്കെടുക്കാം. ഇവിടെ ആയിട്ട് ഒരു കല്ല് കാണുന്നുണ്ട്. ഇത് നമുക്കങ്ങ് എടുത്തേക്കാം. എന്നിട്ട് നമുക്കിത് കൊണ്ട് നടക്കാം. ഇത് വലിയ സ്ട്രക്ചറാട്ടോ. ഇതും കൊണ്ട് നടക്കാം. അയ്യോ എന്തൊരു ഭാരമാണ് മച്ചാന്മാരെ ഈ സ്ട്രക്ചർ കൊണ്ടുപോകാൻ. ഈ സ്ട്രക്ചർ അങ്ങനെയെങ്കിൽ താഴോട്ടിറക്കണം. നമുക്ക് ആദ്യം ഒരു സ്ഥലം കണ്ടെത്താം. നട്ട് റോട്ടിൽ കൊണ്ടിറക്കിയ ആൾക്കാർക്കൊക്കെ പരിക്ക് പറ്റാൻ സാധ്യതയുണ്ട്. നമുക്ക് അതുകൊണ്ടൊരു അയ്യത്തോട്ടിറക്കാം. ഇതെന്തൊരു പാടാണ് ചേച്ചേ. മാറിക്കേച്ചേ, പരിക്ക് പറ്റും. പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല ചേച്ചേ. കേട്ടോ ചേച്ചി, പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലേ. പിന്നെ എന്നെ ഒന്ന് പറഞ്ഞേക്കരി ചേച്ചി. നമുക്കിത് ഡൗൺ ചെയ്യാം. നമുക്കിത് താഴോട്ട് കൊണ്ടുവരണം. അതെങ്ങനെ ചേച്ചി ചെയ്യുന്നത്? താഴോട്ടും കൊണ്ടുവരണം. നമുക്ക് സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ താഴെ വരണ്ടേ. എങ്ങനെ ഇത് താഴെ ഇറക്കണം ചേച്ചി? എനിക്ക് താഴെ ഇറക്കണം. ചെയ്യണം മനസ്സിലാവും ചേച്ചി. അങ്ങനെ നമ്മൾ താഴെ ഇറക്കണേ. നമ്മൾ താഴെ ഇറക്കി ചേച്ചി. അങ്ങനെ നമ്മൾ ഈ സ്ട്രക്ചർ താഴെ ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങനെ നമ്മൾ സ്ട്രക്ചർ താഴോട്ട് ഇറക്കുകയാണ് കേട്ടോ. ഒരു ഭാഗം താഴോട്ട് വന്ന് നമുക്ക് അടുത്ത ഭാഗം ഇട്ടിടണം. അടുത്ത ഭാഗം ഇട്ട് ചെയ്ത് കൊടുക്കും മച്ചാന്മാർ. അയ്യോ മച്ചാന്മാർ, ഇതെന്താ ഇങ്ങനെ കിടക്കണം താഴെ. ഒരു ഭാഗേ കിടന്നോളോ. ഇതെങ്ങനെ കേട്ടെടുത്തു? മച്ചാന്മാരെ എങ്ങനെ നമ്മളൊരു സ്ട്രക്ചർ ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതെങ്ങനെയൊക്കെ താഴോട്ട് കൊണ്ടുവന്നാലേ നമുക്ക് അടുത്ത സ്ട്രക്ചർ ബിൽഡ് ചെയ്യാൻ പറ്റൂ. നമ്മളങ്ങനെ താഴോട്ട് ഇറക്കണം. നമുക്കിങ്ങനെ നിർത്തണം. നമുക്ക് സ്ട്രക്ചർ ഇങ്ങനെ നിർത്താം. അങ്ങോട്ട് നമുക്ക് അടുത്ത ഐറ്റം എടുത്തിട്ട് വരാം. നമ്മൾ ചെയ്യാൻ പോണ ഒരു ബിൻഡ് മില്ലാണ് കേട്ടാ. ബിൻഡ് മില്ലാണേ. ഇത് നേരെ ആക്കണം മച്ചാൻ, എന്നാലേ ബിൻഡ് മില്ലാക്കാൻ പറ്റുകയുള്ളൂ. ഇങ്ങനെ നമ്മളിത് ചൊണ്ണ സാധനം നേരെ ആക്കിയിട്ടുണ്ട് ബിൻഡ് മില്ലുണ്ടാക്കാൻ വേണ്ടി. ഇനി നമുക്ക് ചക്രം വേണം കേസ്. അതിന് വേണ്ടി നമുക്ക് ബൈക്ക് എടുത്ത് പോകണം കേസ്. എന്നാലേ ചക്രം കിട്ടൂ കേസ്. നമുക്കൊരു കിടക്കാച്ചി ബൈക്ക് എടുത്ത് പോകാം. അജമ്മനെ അങ്ങനെ നമ്മളൊരു ബൈക്ക് സ്പോൺ ചെയ്തിട്ടുണ്ട്. നമ്മുടെ നിഞ്ച HR കേസ്. നമുക്കിനി ആ സാധനം എടുത്തിട്ട് വരാൻ പോയി തിരിച്ച് പെട്രോൾ പമ്പിൽ തന്നെ വരണം. അതെടുത്തിട്ട് നമുക്ക് ചക്രം എടുക്കാൻ വേണ്ടി പോവാം. അതിനുവേണ്ടി നമ്മൾ വണ്ടി ഓടിച്ച് ചക്രം തപ്പി പോവുകയാണ്. ചക്രം എവിടെ ഇരിക്കുന്നതെന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല. നമുക്ക് ചുറ്റി പോയാലേ ചക്രം എടുക്കാൻ പറ്റുകയുള്ളൂ. ഈ ദിവസം നമുക്ക് നേരെ പോയി ചക്രം എടുത്തിട്ട് വരാം. ഇൻഡിമിൻ്റെ വെക്കാൻ ചക്രം വേണ്ടി അതെടുത്തിട്ട് വരാൻ പ്ലീസ്. അതെടുക്കാൻ നമുക്ക് ഇങ്ങനെ പോയി നീളായിരിക്കുന്ന പ്ലീസ്. നമുക്ക് എങ്ങനെ ചക്രം എടുത്തേ പറ്റി. അതിന് വേണ്ടി നമ്മൾ പീടി വിട്ടുകൊണ്ടിരിക്കണം മച്ചാനേ. മച്ചാമാരെ ഫാൻ വരുന്നത് നമ്മുടെ എയർപോർട്ടിൻ്റെ അടുത്താണ് കേട്ടോ. ഇപ്പം നേരെ നമ്മുടെ എയർപോർട്ടിൻ്റെ അടുത്തുണ്ടായി. ഇതെങ്ങനെ നമ്മൾ എയർപോർട്ടിൻ്റെ അടുത്തോട്ട് പോകണം കേട്ടോ. എയർപോർട്ടിൻ്റെ അടുത്താണ് ഇത് കിടക്കുന്നത് ഗീസ്. ഉണ്ട് ഗീസ്. എയർപോർട്ട് എത്താറായിട്ടുണ്ട് ഗീസ്. നമ്മൾ പെട്ടെന്ന് എയർപോർട്ടിലോട്ട് വിട്ടുകയാണ്. പറപ്പിക്കണേ. അയ്യോ ചേട്ടാ ഇരിക്കരുതേ. ഞാൻ ഫാൻ എടുക്കാൻ വേണ്ടി പോകും ഗീസ്. നമ്മൾ ഫാൻ എടുത്താലേ വിൻഡ് മില്ലാക്കാനായിട്ട് പറ്റുകയുള്ളൂ. ഗീസ് ഇങ്ങനെ നമ്മൾ ഫാൻ്റെ സ്ഥലത്ത് ഗീസ്. ഇനി നമുക്ക് ഇറങ്ങാം. ഫാൻ എങ്ങനെ പെട്രോൾ പമ്പ് വരെ കൊണ്ടുപോകും മച്ചാനെ, അതാണ് എനിക്കറിയാത്തത്. ഫാൻ എങ്ങനെ പെട്രോൾ പമ്പ് വരെ കൊണ്ടുപോകും കേസ്. അതിന് വേണ്ടി നമുക്ക് പൊക്കണം കേസ്. എനിക്ക് ഫാൻ്റെ കോഡ് അറിയാൻ കേട്ടോ. F4 അങ്ങോട്ടാണ് കേസ്. അങ്ങനെ നമ്മൾ ഒരുവിധം ചക്രം പൊക്കി എടുത്തിട്ടുണ്ട് മച്ചാന്മാരെ.
ഈ ചക്രം അങ്ങനെ കൊണ്ടുപോകും ഗൈസ് നമ്മൾ. അതിനു വേണ്ടി നമുക്കൊരു വണ്ടി ട്രക്ക് ആദ്യം കോൺ ചെയ്യാം. ഇവിടെ ഒരു നല്ല ട്രക്ക് കോൺ ചെയ്യാം ഗൈസ്. നമുക്ക് എന്താ ട്രക്കിൻ്റെ കൂടെ 12 ഗീസ് അങ്ങനെ നമ്മൾ ട്രക്ക് വിളിക്കാനുള്ള ഏർപ്പാട് ചെയ്തു ഗീസ്. ഇനി നമുക്കിത് പൊക്കി ട്രക്കിൻ്റെ മണ്ടയ്ക്ക് വെക്കണം മച്ചാമാരെ. നമുക്കിത് പൊക്കി ട്രക്കിൻ്റെ മണ്ടയ്ക്കോട്ട് വെക്കാം. ഗീസ് ട്രക്കിൽ കയറും നോക്കാം. അയ്യോ ഗൈസ് ട്രക്ക് വരെ പറന്നുപോയി. ട്രക്കിലൊന്നും കയറുന്നില്ല ഗൈസ്. അയ്യോ മച്ചാമാരെ നമ്മൾ വീണിട്ടുണ്ട് ഗീസ്. എന്തായാലും ഇനി ഇത് നമുക്കൊരു ചേട്ടനെ വിളിച്ച് കൊണ്ടുവരിപ്പിക്കാം. നമുക്ക് ഒരു ചേട്ടനെ വിളിക്കാം. ഹലോ, ലോഡിങ് ചേട്ടനല്ലേ? പെട്ടെന്ന് ലോഡിങ്ങേ. ലോഡ് ട്രക്ക് കൊണ്ടുപോകാം, എന്നിട്ട് അങ്ങോട്ട് കൊണ്ടുപോകാം പെട്രോൾ പമ്പിൻ്റെ ഭാഗത്തോട്ട്. ശരി ഗെയ്സ്, നമ്മുടെ ലോഡ് ചേട്ടൻ വരാമെന്നാണ് പറഞ്ഞത് ഗെയ്സ്. നമുക്ക് ഈ ലോറി എടുത്ത് തന്നെ അങ്ങ് പോയേക്കാം പെട്രോൾ പമ്പിലോട്ട്. ലോഡ് ചേട്ടൻ വേറെ ലോറിയിലൊക്കെ വിടുന്ന ഗെയ്സ്. ഇനി നമുക്ക് നേരെ പെട്രോൾ പമ്പിലോട്ട് പോവാം. പെട്രോൾ പമ്പ് ഇപ്പോൾ എളുപ്പമാണ് ഗെയ്സ്. ഇവിടുന്ന് ഒരു പോർട്ടേക്ക് ഇതങ്ങ് തിരിഞ്ഞ് പോയാൽ മതി. നമ്മൾ നേരെ ട്രക്കിലാണ് പോകുന്നത് കേട്ടോ. ട്രക്കാകുമ്പോൾ പിന്നെ ഇപ്പോൾ ഇരിക്കുക ബൈക്ക് പോകുന്നുണ്ട് ഗെയ്സ്. ട്രക്കിന് സ്പീഡ് കുറവാണ് ഗെയ്സ്. നമുക്ക് പെട്ടെന്ന് പോവാം. പെട്രോൾ പമ്പ് കുഞ്ഞിൻ്റെ അടുത്താണ്. അയ്യോ ചേട്ടാ എന്തൊരു സീനാക്കണേ, സീനാക്കണേ. ഇതെങ്ങനെ നമ്മൾ പെട്രോൾ പമ്പിൽ എത്തി? ഉണ്ടായി നമ്മുടെ വിൻഡി ആക്കും പെട്രോൾ പമ്പ്. അത് സ്റ്റോപ്പ്. അങ്ങനെ നമ്മൾ എത്തി. ഇതെങ്ങനെ നമ്മൾ പമ്പിൽ എത്തി. ഇനി നമുക്ക് നമ്മുടെ സ്ട്രെച്ചറിൻ്റെ അടുത്തോട്ട് പോയിക്കാം. നമ്മുടെ സ്ട്രെച്ചർ ബിൽഡ് ചെയ്ത് വെച്ചേക്കുന്ന അവിടെയാണ് നമ്മുടെ വിൻഡു മില്ലിൻ്റെ സ്ട്രക്ചർ ബിൽഡ് ചെയ്ത് വെച്ചേക്കുന്നത്. നമുക്കിത് ഇച്ചിരി പൊക്കി കൊടുക്കണം ഈ വിൻഡു മില്ലിൻ്റെ സ്ട്രക്ചർ. അതിൻ്റെ ശരിയാവും. നമുക്ക് സ്ട്രക്ചർ നോക്കി കൊടുക്കാം. സ്ട്രക്ചർ നോക്കുവാണേ കടത്തോടും ഞാൻ നോക്കാൻ പറ്റൂ. ഈ നമ്മൾ സ്ട്രക്ചറാണ് അങ്ങനത്തെ എപ്പോഴാണെന്ന് ഈസിനെ നമുക്ക് പൊക്കി കൊടുക്കാം. ഇതെന്താണ് പൊങ്ങാത്തേ? ഇപ്പോൾ സ്ട്രൈറ്റ് ആയോ മച്ചന്മാരെ? നമുക്ക് നോക്കാം സ്ട്രൈറ്റ് ആയോ മച്ചന്മാരെ. എൻ്റെ ഫോണിൽ ഇച്ചിരി ചാർജ് പോയി. കോഴിക്ക് ഊട്ടിടാൻ പോയതാണ് ഞാൻ കേട്ടോ. ഇനി നമുക്കിത് ഫാൻ ഘടിപ്പിക്കാം. അതിനുവേണ്ടി ഇതിങ്ങനെ തിരിച്ചു കൊടുക്കും. ഇങ്ങനെ മച്ചന്മാരെ ഫാൻ ഘടിപ്പിക്കുന്നത്. ആദ്യം സ്ട്രൈറ്റ് ആക്കണ്ടേ, അല്ല ഘടിപ്പിച്ചാൽ ഇച്ചിരി സീന ആവുമെന്നാണ് തോന്നുന്നേ. പൊക്കി കൊടുക്കും. നമ്മൾ ചരിഞ്ഞൊരു വിൻഡ് മില്ലാണ് ചെയ്യുന്നത് കേട്ടോ. നമുക്കിനി ഫാൻ വേണം. ലോഡിങ് ചേട്ടൻ കൊണ്ടുവരും. അങ്ങനെ നമ്മുടെ ലോഡുകാരൻ ചേട്ടൻ ഇതൊക്കെ കൊണ്ടെത്തിച്ച് ഇനി നമുക്ക് പൊക്കാം. പൊക്കി മേലോട്ട് കൊണ്ടുപോകാം. പൊക്കി മേലോട്ട് കൊണ്ടുപോയി പാടാണ് കേട്ടോ. നമുക്ക് പൊക്കി മേലോട്ട് കൊണ്ടുപോകാം. ഇനി ഇത് ചെയ്യും അങ്ങനെ നമ്മൾ പൊക്കി മേലോട്ട് ശ്രമിക്കുകയാണ് ഫാൻ. ഇത് പൊങ്ങിന്നില്ല. പൊക്കി പോകാൻ ഭയങ്കര പാടാണ്. ഫാനിനെ പൊക്കാൻ ഇച്ചിരി പാടാണ്. മറ്റേമാരെ നമ്മൾ സ്ട്രെച്ചർ റെഡി ആയിട്ടാ. നമ്മുടെ സ്ട്രെച്ചർ റെഡിയായി. ഇഞ്ചിമില്ലല്ല ഒരു സ്ക്രച്ചറാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അതാണ്ട് സ്ക്രാച്ചറാണ്. വെഹിക്കിൾ സ്ക്രാച്ചർ എന്നാണ് പേര് ഇതിൻ്റെ. നമുക്കൊരു വെഹിക്കിൾ ഇതിട്ട് ഇടിപ്പിക്കാം. അതിനുവേണ്ടി നമ്മൾ വെഹിക്കിൾ എടുക്കാൻ പോകുന്നത് ലംബോർഗിനിയാണ്. ലംബോർഗിനി ചേട്ടോയ് എന്താണ് സുഖമാണോ ചേട്ടാ? ഞാൻ ലംബോർഗിനി എടുക്കാൻ വേണ്ടി ക്യാച്ചർ ഒന്ന് ഇട്ട് നോക്കണം. അങ്ങനെ നമ്മൾ സ്ക്രാച്ചറിൻ്റെ അടുത്തോട്ട് പോവാണ്. ഇവിടാണ് വെഹിക്കിൾ സ്ക്രാച്ചർ വരുന്നത്. ഇതിൻ്റെ ഇടയ്ക്കൊന്ന് ഇട്ട് കൊടുത്താൽ മതിയാവും. വെഹിക്കിൾ നല്ലോണം സ്ക്രാച്ച് ആവും. ഇതെങ്ങനെ നമ്മൾ വെഹിക്കിൾ സ്ക്രാച്ചറൊക്കെ ഉണ്ടാക്കി നമുക്ക് സ്ക്രാച്ച് ചെയ്യാൻ വേണ്ടി ഇത് തിരിക്കണം. കണ്ട് എപ്പോൾ സ്ക്രാച്ച് ആവും. ഇപ്പോൾ സ്ക്രാച്ച് ആവുന്നുള്ളൂ നല്ലോണം. നല്ലോണം നമ്മുടെ വണ്ടി ഇടിച്ചിപ്പ്
ഇടുപ്പിച്ചൊക്കെ ഇടുന്നുണ്ട്. വണ്ടി ഇതാ സ്ക്രാച്ചായി ഗേസ്. എങ്ങനെ നമ്മുടെ വണ്ടി ഇതാ തവിടുകൂടി ഗേസ്. ഇതേപോലെ നമുക്ക് സ്ക്രാച്ചൊക്കെ ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ഇത് ഉണ്ടാക്കിയത് തന്നെ. ഗേസ് കണ്ട ലംബോർഗിനിയുടെ ആകെ സ്ക്രാച്ച് ആവുന്നത്. ലംബോർഗിനി ഫുള്ള് തകർന്ന് ഗേസ്. ഗേസ് കണ്ട ഇത് നമുക്ക് സ്ക്രാച്ച് ആവാൻ പറ്റുന്നിന്ന്. കണ്ടോ നമ്മളെങ്ങനെ സ്ക്രാച്ച് ചെയ്ത് വിടും. കണ്ടോ നമ്മളെങ്ങനെ സ്ക്രാച്ച് ചെയ്ത് വിടുന്നത് നമുക്ക്. കണ്ട ഗൈസ് നമ്മളെ സ്ക്രാച്ചാക്കി വിടുന്നത് ഗായ്സ്. നമ്മളെ പോലീസൊക്കെ പിടിക്കാൻ വരുമ്പോൾ ഇതിനകത്ത് കയറി ഇരുന്നാൽ മതി. അവന്മാരുടെ വണ്ടിയാകരും, പക്ഷെ നമ്മൾ രക്ഷപ്പെടും. പിന്നെ നമുക്ക് ഇതിലേ കൂടെ കയറി മേളിലോട്ട് പോയിട്ട് ചാടാനൊക്കെ പറ്റും. അതിന് നമ്മൾ മേളിലോട്ട് വയ്യ ഗെയ്സ്. മുകളിലോട്ട് പോകാൻ അപ്പം ഈ മണ്ടന് എന്ത് ഇങ്ങോട്ടൊക്കെ പോകാം. ഈ കിളിയിലോട്ട് പോവാൻ മോളിപ്പാൻ മുകളിൽ ഗെയ്സ്. ഇവൻ വീണാണ് ഗെയ്സ്. കണ്ട ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും. ഇവൻ എപ്പോഴും അഭിനയം വിളിച്ചറിയാം ഗെയ്സ്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട പ്രതീക്ഷിക്കുന്നു. നമ്മുടെ സ്ട്രക്ചർ എങ്ങനെ ഉണ്ടായിട്ടുണ്ട് ഗെയ്സ്? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നമ്മുടെ സ്ട്രക്ചറൊക്കെ അടിപൊളിയില്ലേ? സെറ്റല്ലേ സ്ട്രക്ചർ? ഇതാകണ്ട ഗെയ്സ്, അടിപൊളി സ്ട്രക്ചറാണ് ഗെയ്സ് നമ്മൾ ബിൽഡ് ചെയ്തിട്ടുള്ളത്. ഗെയ്സ് ഇനി ഇതിൻ്റെ മണ്ടയ്ക്ക് എങ്ങനെ വരിഞ്ഞ് കയറുമെന്ന് ആലോചിക്കുന്നത്. ഇതുവഴി വരിഞ്ഞ് കയറായിരിക്കും. കണ്ട ഗെയ്സ്. ഇത്രയുള്ള വീഡിയോ. ബൈ.